RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 6 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ആദ്യമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വന്നത് എവിടെ? ഉത്തരം വേളി. തിരുവനന്തപുരത്തെ വേളിയിലാണ് ആദ്യത്തെ സോളാർ തീവണ്ടി സംവിധാനം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പുരുഷ ടെന്നീസിൽ 1000 മത്സര വിജയങ്ങൾ സ്വന്തമാക്കുന്ന നാലാമത്തെ താരം. പുരുഷ ടെന്നീസിൽ 1000 മത്സര വിജയങ്ങൾ സ്വന്തമാക്കുന്ന നാലാമത്തെ താരം ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം റാഫേൽ നദാലാണ്. റാഫേൽ നദാലാണ് 1000 മത്സര വിജയങ്ങൾ പൂർത്തിയാക്കിയത്. ശ്രദ്ധിക്കുക, മറ്റു 3 പേർ. നാലാമത്തെ താരമാണ് റാഫേൽ നദാൽ. ഒന്നാമത്തെ ആള് ജിമ്മി കോണേഴ്സ് ആണ്. 1274 മത്സര വിജയങ്ങളാണ് ജിമ്മി കോണേഴ്സ് നേടിയത്. റോജർ ഫെഡറർ രണ്ടാം സ്ഥാനത്തേക്കുന്നു, 1242. ഇപ്പോഴും കളി തുടരുന്നു. മൂന്നാമത് ഇവാൻ ലണ്ടൻ ആണ്. ഇവാൻ ലണ്ടൻ 1068 മത്സര വിജയങ്ങളാണ് നേടിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇസ്ലാമിക ശരിയ നിയമം ലംഘിക്കുന്ന പേരുകൾ നിരോധിക്കുന്നതടക്കം പേര് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പുതിയ നിയമങ്ങൾ ആവിഷ്കരിച്ച രാജ്യം ഏത്? ഇസ്ലാമിക ശരിയ നിയമം ലംഘിക്കുന്ന പേരുകൾ നിരോധിക്കുന്നതടക്കം പേര് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പുതിയ നിയമങ്ങൾ ആവിഷ്കരിച്ച രാജ്യം ഏത്? ഉത്തരം സൗദി അറേബ്യയാണ്. ഉത്തരം ഏതാണ്? സൗദി അറേബ്യ. നാലാമത്തെ ചോദ്യം. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനകീയ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥി ആരാണ്? US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനകീയ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥി ആര്? ഉത്തരം ജോ ബൈഡനാണ്. ജോ ബൈഡൻ. US പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നുള്ള ചോദ്യത്തിന് തിയോഡോർ റൂസ്വെൽറ്റ് ആണ്. 42-ാം വയസ്സിൽ പ്രസിഡന്റായി. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് ആയതല്ല. പ്രസിഡന്റായ മക്കൻലി മരിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്ന തിയോഡോർ റൂസ്വെൽറ്റ് പ്രസിഡന്റായി തീരുകയാണ് ചെയ്തത്. അപ്പോൾ ആ ചോദ്യം വേറെ രീതിയിൽ വരാം. തെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായത്തിൽ പ്രസിഡന്റ് ആയത് ജോൺ എഫ് കെന്നഡിയാണ്. പക്ഷേ റൂസ്വെൽറ്റ് ഒരിക്കലും തെരഞ്ഞെടുപ്പിലൂടെ അല്ല. അപ്പം ജോൺ എഫ് കെന്നഡി 43-ാമത്തെ വയസ്സിലാണ് പ്രസിഡന്റ് ആയത്. ഇനി മറ്റൊരു ചോദ്യം, ഇനി സാധ്യതയുള്ളത് ജോ ബൈഡൻ. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് എന്ന സ്ഥാനം ബൈഡന് ലഭിക്കും. 78-ാം വയസ്സാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ജോ ബൈഡന് മറ്റൊരു പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിക്കും എന്നുറപ്പ്. അടുത്ത ചോദ്യം. മതം, മതഭ്രാന്ത്, മതേതരത്വം എന്ന പുസ്തകം രചിച്ചത് ആര്? മതം, മതഭ്രാന്ത്, മതേതരത്വം എന്ന പുസ്തകം രചിച്ചത് ആര്? KT ജലീലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീലാണ് മതം, മതഭ്രാന്ത്, മതേതരത്വം എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ചോദ്യം. ഓൺലൈനിലൂടെ കുട്ടികളുടെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിനും കലാകായിക പ്രവൃത്തി പരിചയ മേഖലകളിലെ ശേഷി പ്രയോജനപ്പെടുത്താനും പഠനാഭിമുഖ്യം വളർത്താനും വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി. ഓൺലൈനിലൂടെ കുട്ടികളുടെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിനും കലാകായിക പ്രവൃത്തി പരിചയ മേഖലകളിലെ ശേഷി പ്രയോജനപ്പെടുത്താനും പഠനാഭിമുഖ്യം വളർത്താനും വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി വിദ്യാരവമാണ്. പദ്ധതിയുടെ പേര് വിദ്യാരവം. അടുത്ത ചോദ്യം. IPL-ൽ തുടർച്ചയായ 6 സീസണുകളിൽ 500-ലധികം റൺസ് നേടുന്ന ആദ്യ താരം. IPL-ൽ തുടർച്ചയായ 6 സീസണുകളിൽ 500-ലധികം റൺസ് നേടുന്ന ആദ്യ താരം ഡേവിഡ് വാർണറാണ്. ഓസ്ട്രേലിയൻ താരമായ ഡേവിഡ് വാർണറാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി കളിക്കുന്നു ഡേവിഡ് വാർണർ. അടുത്ത ചോദ്യം. രാജ്യത്താദ്യമായി നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റി നൽകുന്ന സംസ്ഥാനം. രാജ്യത്താദ്യമായി നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റി നൽകുന്ന സംസ്ഥാനം അത് കേരളമാണ്. നെൽവയൽ റോയൽറ്റി നൽകുന്ന സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 JCC വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചതാർക്ക്? ജനതാ കൾച്ചർ സെന്റർ എന്നാണ് JCC എന്നറിയപ്പെടുന്നത്. ജനതാ കൾച്ചർ സെന്റർ വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? K രേഖയ്ക്കാണ്. ചെറുകഥാകൃത്തായ K രേഖയ്ക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഗാംബ്ലിംഗ് ഗെയിംസ് അടുത്തിടെ നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം.
ഓൺലൈൻ ഗാംബ്ലിംഗ് ഗെയിംസ് അടുത്തിടെ നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട് ഓൺലൈനിലൂടെയുള്ള ചൂതുകളികളൊക്കെ നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്ത ചോദ്യം, നേപ്പാൾ ആർമി ജനറലിന്റെ ഹോണററി പുരസ്കാരം നേടിയ ഇന്ത്യൻ കരസേനാ മേധാവി. ഇപ്പോഴത്തെ ഇന്ത്യൻ കരസേനാ മേധാവി നേപ്പാൾ ആർമി ജനറലിന്റെ ഹോണററി പുരസ്കാരം നേടിയ ഇന്ത്യൻ കരസേനാ മേധാവി മനോജ് മുകുന്ദൻ നരവേൻ ആണ്. മനോജ് മുകുന്ദൻ നരവേൻ, ശ്രദ്ധിക്കുക, മനോജ് മുകുന്ദൻ നരവേൻ. 2023 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി. 2023 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി ഏതാണ്? ഈ കോമൺവെൽത്ത് ഗെയിംസ് 2021 നടത്താൻ തീരുമാനിച്ചതാണ്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത് 2023 മാറ്റിവെച്ചു. പോർട്ട് ഓഫ് സ്പെയിൻ ആണ് ഇതിന്റെ വേദി. അതായത് ട്രിനിഡാഡ് ആൻഡ് ടുബാക്കോ രാജ്യത്തുള്ള പോർട്ട് ഓഫ് സ്പെയിൻ ആണ് ഇതിന്റെ വേദി. 7ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് ഇവിടെ നടക്കുന്നത്. 2021 നടക്കാൻ തീരുമാനിച്ച ഈ ഗെയിംസ് ആണ് 2023 മാറ്റിയത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ഏർപ്പെടുത്തിയ 10% സംവരണം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്ന തീയതി. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർക്കായി ഏർപ്പെടുത്തിയ 10% സംവരണം കേരളത്തിൽ പ്രാബല്യത്തിലെത്തിയ തീയതി എന്നാണ്? 2020 ഒക്ടോബർ 23 ശ്രദ്ധിക്കുക, 2020 ഒക്ടോബർ 23 ഇത് ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്ന് ചോദിക്കാറുണ്ട്. 103ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് വരുന്നത്. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം 10% സംവരണമാണ്. 2020 ഒക്ടോബർ 23 കേരളത്തിൽ നിലവിൽ വരുന്നു. 103ാം ഭരണഘടനാ ഭേദഗതി. ക്വസ്റ്റ്യൻ നമ്പർ 14, കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കേരളത്തിലെ ആദ്യ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? തമ്പാനൂരാണ്, തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ തിരുവനന്തപുരം. 15ാമത്തെ ചോദ്യം നോക്കുക, അയോധ്യ വിധി പാസ്സാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ആര്? അയോധ്യ വിധി പാസ്സാക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ ആരാണ്? IAS കാരനായ ജ്ഞാനേഷ് കുമാറാണ്. ജ്ഞാനേഷ് കുമാർ IAS. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് മണിക ബത്ര, ടേബിൾ ടെന്നീസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, 92ാമത് ഓസ്കർ അവാർഡ് 2020 ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഏതായിരുന്നു? 92ാമത് ഓസ്കർ അവാർഡിന് ഇന്ത്യയിൽ നിന്ന് പോയ ചിത്രം ഏതാണെന്നാണ്? ഒഫീഷ്യൽ എൻട്രി നേടിയ ചിത്രം ഏതാണ്? ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ഗള്ളി ബോയ് ആണ്. ശ്രദ്ധിക്കുക, ഗള്ളി ബോയ്. അതിൻ്റെ ഡയറക്ടർ സോയ അക്തർ ആയിരുന്നു. ഡയറക്ടർ സോയ, സംവിധാനം ചെയ്ത് സോയ അക്തർ, ഗള്ളി ബോയ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18, ഇന്ത്യയിൽ നിലവിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം നേരത്തെ ഉണ്ടായിരുന്നതെന്ന് ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ നിലവിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം 12 ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യുക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ. ഇത് ചിലപ്പോൾ PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഈ 12 എണ്ണത്തിൻ്റെയും പേര് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2026 ലോകകപ്പ് ഫുട്ബോൾ വേദി. 2026 ലോകകപ്പ് ഫുട്ബോൾ വേദി 3 രാജ്യങ്ങളാണ് ആദ്യത്തെ വരുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. ശ്രദ്ധിക്കുക, അമേരിക്ക, മെക്സിക്കോ, കാനഡ. അതേപോലെ തന്നെ 2022 ലോകകപ്പ് ഫുട്ബോൾ വേദി ഖത്തറാണ്. 2022 ഖത്തർ. ക്വസ്റ്റ്യൻ നമ്പർ 20, 2020 പത്മശ്രീ ലഭിച്ചവരുടെ എണ്ണം. 2020 പത്മശ്രീ ലഭിച്ചവരുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. 2020 പത്മശ്രീ ലഭിച്ചവരുടെ എണ്ണം 118 ആണ്. ശ്രദ്ധിക്കുക, 118 പേർക്ക് പത്മശ്രീ ലഭിച്ചു. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.